നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷൻ ആ ചാപ്റ്റർ ദർപ്പണം അല്ലെങ്കിൽ പ്രതിഫലനം അല്ലെങ്കിൽ മിറേഴ്സ് അതിനെക്കുറിച്ചുള്ള ചാപ്റ്റർ ഒരു വിധം എടുത്തു തീർത്തു. അതോടൊപ്പം തന്നെ ലെറ്റസ് അസസ് അതിലെ പിന്നിലുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ട്രൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഒരു പ്രോബ്ലം എന്തായാലും SLC പരീക്ഷയ്ക്ക് ഉറപ്പാണ്. നമുക്ക് ആ ലെറ്റസ് അസസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. A dental doctor uses a mirror of focal length 8 cm. ഒരു ദന്ത ഡോക്ടർ 8 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു മിറർ ഉപയോഗിക്കുന്നു. അപ്പോൾ ദന്ത ഡോക്ടറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പല്ല് കാണാനാണ്. പല്ലൊരിക്കലും പല്ലിന്റെ ആ ഇമേജ് ഒരിക്കലും ഒരു സ്ക്രീനിലല്ല അദ്ദേഹം കാണുക. അദ്ദേഹം കാണേണ്ടത് എങ്ങനെയാ? ആ വെർച്വൽ ഇമേജ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണേണ്ടത്. എന്ന് മാത്രമല്ല എൻലാർജ്ഡ് ആയിരിക്കണം, വലുതായിട്ട് കാണണം, അല്ലാണ്ട് ചെറുതായി കണ്ടാൽ കാര്യമില്ല. അപ്പോൾ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കണം, പിന്നെ വെർച്വൽ ഇമേജ് ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഇമേജ് ഫോം ചെയ്യുക നമുക്കറിയാം ഏതിലാ? കോൺകേവിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ. കോൺകേവിൽ തന്നെ കോൺകേവിൽ ഫോം ചെയ്യുക ബിറ്റ്വീൻ, ചിത്രം ഓർമ്മയുണ്ടാവണം, ബിറ്റ്വീൻ F and P ഇവിടെ വയ്ക്കുന്ന സമയത്താണ് ഒരു വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക. വലുതായിട്ടുള്ള, നിവർന്നതും വലുതായിട്ടുള്ളതുമായ ഒരു ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു സീ ദ ടീത്ത് ക്ലിയർലി വാട്ട് ഷുഡ് ബി ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടീത്ത് ആൻഡ് ദ മിറർ. ടീത്ത് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ F ആൻഡ് പോൾ ആയിരിക്കണം. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് പറഞ്ഞാൽ F വരെ. F 8 സെന്റിമീറ്റർ ആണ്. Fൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ലെസ് ദാൻ 8 എഴുതാൻ പറ്റുള്ളൂ. മിറർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ? കോൺകേവ് ആണ്. ലെസ് ദാൻ പിന്നെ എങ്ങനത്തെ? വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഹാസ് ബീൻ യൂസ്ഡ് ബൈ ദ ഡോക്ടർ? കോൺകേവ് ആണ്. ലെസ് ദാൻ 8 മീറ്റർ. പിന്നെ എന്താ ചോദിച്ചത്? അത്രയേ ഉള്ളൂ. അപ്പോൾ കാരണം എന്താ? When the object is placed in between F and pole, an enlarged and erect image, virtual image is obtained between F and P. പോളിനും മുഖ്യ ഫോക്സിനും ഇടയിൽ വസ്തുവിനെ വെച്ചാൽ നിവർന്നതും വലുതും മിഥ്യയും ആയ പ്രതിബിംബം ലഭിക്കുന്നു. അതാണ് അതിന്റെ കാരണം. അടുത്തേക്ക് പോവാം. ഇമാജിൻ ദാറ്റ് എ സ്ഫെറിക്കൽ മിറർ ഗിവ്സ് ആൻഡ്, അവിടെ ഏത് ഇമേജ് ആണ് പറഞ്ഞിട്ടില്ല, ഏത് ഇമേജ് ആണെന്ന് പറയാതെ ആ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിയൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബം, മാഗ്നിഫൈഡ് 5 times at a distance 5 meter. Imagine that a spherical mirror gives a real image magnified 5 times. Magnified 5 times എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം എത്രയാ? 5 ആണ്. ആവർത്തനം 5 ആണ്. M = 5. ഇനി റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തീരുമാനിക്കാം മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? -5 ആയിരിക്കും റിയൽ ഇമേജിൽ. പിന്നെ മാഗ്നിഫൈഡ് 5 times at a distance 5 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആവർത്തനം 5 ആയ പ്രതിബിംബം 5 മീറ്റർ അകലെ രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ടു ദ ഇമേജ് V = എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തീരുമാനിക്കാം കോൺകേവ് ദർപ്പണമാണ്, കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന റിയൽ ഇമേജ് എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ V = -5 സെന്റിമീറ്റർ. 5 മീറ്റർ. ഇനി എന്താ ചോദിച്ചത്? ഇഫ് സോ ഡിറ്റർമിൻ വെദർ മിറർ ഈസ് കോൺകേവ് ഓർ കോൺവെക്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കോൺകേവ് ആണ്. ഹൗ മച്ച് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ? ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. ഫോക്കൽ ലെങ്ത് കാണണമെങ്കിൽ F = UV/U+V ആണ്. നമുക്ക് അതിന് മുമ്പ് V കാണണം. V നമുക്ക് എങ്ങനെ കാണാം? M = -V/U. M = -V/U. M എത്രയാ? -5 is equal to -5/U. Then U നെ കൊണ്ട് കഴിഞ്ഞാൽ -5 into U is equal to negative into negative +5, or U is equal to +5 divided by -5 is equal to -1.
മീറ്റർ. യു എത്ര കിട്ടി? -1 മീറ്റർ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എഫ് ആണ് ചോദിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഇക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. യു ബി ബൈ യു പ്ലസ് വി എന്ന് പറയുമ്പോൾ യു എത്രയാണ്? -1 ഇൻറ്റു വി -5 ഡിവൈഡഡ് ബൈ -1 പ്ലസ് -5 which is equal to 5 divided by 6 -6. That means F is equal to -5/6 meter. ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 5/6 -5/6 മീറ്റർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A motorcyclist observes a car coming from behind with a magnification of 1/6. വീണ്ടും ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്ന ആള് 1/6 മാഗ്നിഫിക്കേഷനോട് കൂടി ഒരു ഇമേജ് കാണും. നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ഡിമിനിഷ്ഡ് ആണ്. അവിടെ വെഹിക്കിൾസിൽ റെയർ വ്യൂ മിറർ ആയിട്ട് പിൻഭാഗ ദൃശ്യങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അത് പ്രത്യേകം ഓർക്കണം. അപ്പൊ അവിടെ ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ് തന്നെ 1/6. അത് വെർച്വൽ ഇമേജ് ആണ്. അതിൻ്റെ ഉള്ളിൽ കാണുക, സ്വാഭാവികമായിട്ട് അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി അവ തന്നിരിക്കുന്ന സന്ധിയിൽ നിന്ന് മിറർ ഏതാണ്, ഇമേജിന്റെ സ്വഭാവം എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണം. അതിനാൽ തന്നെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആ പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ, അതിന്റെ ചിത്രവും പ്രതിബിംബത്തിന്റെ സ്വഭാവവും കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും എപ്പോഴും മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഫ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർ ആൻഡ് ദ ബൈക്ക് ഈസ് 30 മീറ്റർ. ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർ ആൻഡ് ദ ബൈക്ക്, കാറും ബൈക്കും തമ്മിലുള്ള യഥാർത്ഥ അകലം 30 മീറ്റർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് വസ്തുവിലേക്കുള്ള അകലാണ്. അപ്പോ യു ഇസ് ഈക്വൽ ടു 30 മീറ്റർ. യു ഇസ് ഈക്വൽ ടു യു, ഏത് മിറർ ആയാലും യു നെഗറ്റീവാ, സംശയിക്കാതെ യു ഇസ് ഈക്വൽ ടു -30 മീറ്റർ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ചോദിച്ചത്. അതിന് റേഡിയസ് ഓഫ് കർവേച്ചർ കാണിച്ചാൽ നമുക്ക് ആദ്യം എന്ത് കാണണം? എഫ് കാണണം. അല്ലാതെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ പറ്റില്ല. എഫ് കാണുന്ന വെച്ചാൽ ആദ്യം എന്ത് കാണണം? വി കാണണം. അപ്പൊ നമുക്ക് നേരത്തെ കാണാൻ മാതിരി തന്നെ വി കാണാം. എങ്ങനെയാ? എം ഈസ് ഈക്വൽ ടു -v/u. then 1/6 ഈസ് ഈക്വൽ ടു -v. വി തന്നിട്ടില്ല, -v ഡിവൈഡഡ് ബൈ -30. അപ്പൊ ഈ 30 കൊണ്ടുപോയി -v ഈക്വൽ ടു ഒരു ഭാഗത്ത് നിർത്തുന്നു. ഈസ് ഈക്വൽ ടു -30/6. that means -v is equal to -5 or v is equal to 5 meter. v എത്രയാ? 5 meter. v എന്താവും? v പോസിറ്റീവ് ആവും. കാരണം കോൺവെക്സ് ആണ്. ഇമേജ് ഫോം ചെയ്യുക ഇവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് ആവും. v പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ കാണുന്നത്? എഫ് ആണ് കാണുന്നത്. f is equal to uv by u plus v, which is equal to u -30 into 5 divided by -30 plus 5. u plus v is equal to -30 into 5 divided by -25. -25. അപ്പൊ എത്ര കിട്ടി? 6 കിട്ടും. 6 സെന്റിമീറ്റർ. പോസിറ്റീവ് 6 സെന്റിമീറ്ററോ മീറ്ററോ വരുന്നത്? മീറ്റർ ആണ്. 6 മീറ്റർ. എഫ് ഈസ് ഇക്വൽ ടു 6 മീറ്റർ. നമ്മുടെ ചോദ്യം എന്താ? ചോദ്യം റേഡിയസ് ഓഫ് കർവേച്ചറാ. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എഫ്. എഫിന്റെ ഇരട്ടിയാണ്, ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടിയാണ്. അപ്പൊ 12 മീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചർ വക്രതാരം 12 മീറ്റർ ആണ്. അപ്പോൾ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ ഷേവിംഗ് മിറർ. അപ്പൊ ഷേവിംഗ് മിറർ കാണുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരണം, ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുക കോൺകേവ് ആണ്. നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഓർമ്മ വരണം. എ ഷേവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 72 സെന്റിമീറ്റർ. കോൺകേവ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു -72 സെന്റിമീറ്റർ ആണ്. 72 centimeter kept in a beauty clinic. A man uses it standing 8 centimeter away from the mirror. 18 സെന്റിമീറ്റർ അകലെ നിന്നുകൊണ്ട് ഒരാള്
ആ ഷേവിംഗ് മിറർ യൂസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ 18 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ യു ആണ്, അയാളാണ് ഒബ്ജക്ട്, അയാളുടെ മുഖമാണ് ഒബ്ജക്ട്. അപ്പൊ യു ഇസിക്കൽ ടു നെഗറ്റീവ് 18 സെന്റിമീറ്റർ. യു എപ്പോഴും നെഗറ്റീവ് ആണ്, സംശയിക്കാല്ല. യു ഇസിക്കൽ ടു, ഇനി എന്താ ചോദിച്ചത്, at what distance will be the image formed? What distance എന്ന് പറഞ്ഞാൽ v ആണ് ചോദ്യം. നമുക്കറിയാം v ഉണ്ടാക്കാനുള്ള ഫോർമുല 1/f is equal to 1/u plus 1/v. ഈ v ആണ് കാണുന്നത്. അപ്പോ 1/f minus 1/u is equal to v. uf കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് uf എടുത്തു, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാ ചെയ്യാം, is equal to u minus f or is equal to v is equal to 1/v 1/v or v is equal to uf by u minus f. ഇതിന്റെ റെസിപ്രോക്കൽ ഇത് 1/v ആണ്. അപ്പോൾ v ആവുമ്പോൾ uf by u minus f. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. uf by u minus f, u എത്രയാ, u is equal to negative 18 into f negative 72 divided by u minus f. U minus f means negative 18 minus negative 72. Negative 18 minus negative 72. Then it is equal to negative 18 into negative 72 divided by negative 18. ചിഹ്നം മാറ്റി കൂട്ടണം, plus positive 72 is equal to negative 18 into negative 72 divided by എത്രയാ, positive 54. ഇത് 3 times 18 18 54 3 പ്രാവശ്യം പോവും. അപ്പോൾ നെഗറ്റീവ് 18 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 72 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ. വി എത്ര കിട്ടി, വി അല്ലേ, അതെ, വി ഈസ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ. അതാണ് ഉത്തരം. ഈസ് ദ ഇമേജ് റിയൽ ഓർ വെർച്വൽ? വി പോസിറ്റീവ് ആണ്, അപ്പൊ തന്നെ തീരുമാനിക്കാം അതെന്താണ്, വെർച്വൽ ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം വെർച്വൽ ഇമേജ് ആണ് അവിടെ ഫോം. വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ്? മാഗ്നിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ എങ്ങനെ കാണാം? മാഗ്നിഫിക്കേഷൻ m is equal to negative v by u. Magnification m is equal to negative v by u, which is equal to negative 24 divided by u, negative 18. Negative 24 divided by negative of negative v by u. v എത്രയാ, v പോസിറ്റീവ് ആണ്. അപ്പോൾ negative 24 divided by negative 18 is equal to positive 3. m is equal to positive 3. മാഗ്നിഫിക്കേഷൻ 3 ആണ്. വെർച്വൽ ഇമേജ് ആണ്. സ്വാഭാവികമായിട്ട് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് അടുത്ത പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രൈ ചെയ്തു നോക്കിയവർക്ക് അറിയാം. റാപ്പ് എ റബ്ബർ ബോൾ ഓഫ് ഡയാമീറ്റർ 12 സെന്റിമീറ്റർ വിത്ത് ആൻ അലുമിനിയം ഫോയിൽ എന്ന് തോന്നുന്നു അല്ലെ, വിത്ത് ആൻ അലുമിനിയം ഫോയിൽ ആൻഡ് മേക്ക് ദ സർഫസസ് സ്മൂത്ത്. ഇതൊരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്തിട്ട്, അപ്പൊ ഇതിന്റെ ഡയാമീറ്റർ ആണ് തന്നേക്കുന്നത് എത്ര, 12 സെന്റിമീറ്റർ അല്ല, എത്രയാ, യെസ് 12 സെന്റിമീറ്റർ. ഇതിന്റെ ഡയാമീറ്റർ 12 സെന്റിമീറ്റർ. അപ്പൊ ഈ ഇത്രയും ഭാഗമാണ് മിറർ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും, 6 സെന്റിമീറ്റർ ആയിരിക്കും. അത് ആലോചിക്കണം. പിന്നെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r/2 റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രതാരത്തിന്റെ പകുതിയാണ്. അപ്പൊ എഫ് എത്രയായിരിക്കും, ഇവിടെ എഫ് ഇത് എത്രയായിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കും. സെന്റിമീറ്ററിലല്ലേ എങ്ങനെ, അതെ സെന്റിമീറ്ററാണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്, where will be the image of an object kept 12 centimeter away from the center of the ball. Center of the ball ശ്രദ്ധിക്കണം. center of the ball ഇതാണ്. ഇതിൽ നിന്ന് 12 മീറ്റർ അകലെ വെച്ചിരിക്കുന്ന, ഇവിടെ നിന്നും 12 മീറ്റർ അകലെ, ഇവിടെ നിന്ന് 12 മീറ്റർ അകലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണക്കാക്കുക പോൾ എന്നാണ്. അപ്പൊ ഇത്ര 6 പിന്നെ എത്ര, 6. അപ്പൊ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ യു.
ഈ പോളിൽ നിന്ന് 6 സെന്റിമീറ്റർ അകലേക്ക് വയ്ക്കുമ്പോഴാണ് ഇവിടെ നിന്ന് സെന്ററിലേക്ക് 12 സെന്റിമീറ്റർ ആകുന്നത്. 12 അല്ലേ പറഞ്ഞ? യെസ്, യു. അപ്പൊ യു എങ്ങനെയാ? യു നെഗറ്റീവ്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. യു നെഗറ്റീവ് 6 സെന്റിമീറ്റർ. ഈ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ പിന്നെ പ്രശ്നം തീർന്നു. എഫ് ഈസിക്കൽ ടു പോസിറ്റീവ് 3. എഫ് ഈസിക്കൽ ടു പോസിറ്റീവ് 3. ഈ വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. ഇനി എന്താ ചോദിച്ചത്? വേറെ ഇമേജ് വി ആണ് ചോദിച്ചത്. വി നമ്മൾ നേരത്തെ ഫോർമുല ഉണ്ടാക്കിയതാണ്. യു എഫ് ബൈ യു മൈനസ് എഫ്. യു എഫ് ബൈ യു. അപ്പൊ വി ഈസിക്കൽ യു എഫ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 6 ഇൻറ്റു പോസിറ്റീവ് 3 ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. നെഗറ്റീവ് 6 മൈനസ് പോസിറ്റീവ് 3 which is equal to negative 6 into positive 3 divided by negative 6 plus നെഗറ്റീവ് 3 ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പൊ എന്ത് വരും? 9 വരും. is equal to negative 6 into positive 3 divided by negative plus negative 9 is equal to negative into negative 18 divided by negative 9 which is equal to 2 centimeter. പോസിറ്റീവ് 2 ആണ് കിട്ടുക. കാരണം ഇമേജ് ഫോം ചെയ്യുക മറുവശത്താണ്, വെർച്വൽ ഇമേജ് ആണ്. അപ്പൊ എത്ര കിട്ടും? പോസിറ്റീവ് 2 സെന്റിമീറ്റർ ആൻസർ കിട്ടും. ഇനി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം വായിക്കുക, കാണാതെ 3 പ്രാവശ്യം ചെയ്തു നോക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇനി വി ആർ ഏബിൾ ടു റീഡ് എ ബുക്ക് since light falling on a surface gets reflected from the book and reaches the eye. നമുക്കൊരു പുസ്തകം വായിക്കാൻ പറ്റും, കാരണം അവിടെ നിന്ന് റൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. ഇതുമാതിരി തന്നെ കണ്ണാടിയിൽ ചെന്ന് നമ്മുടെ, പക്ഷെ നമ്മളിങ്ങനെ നോക്കുകയാണ്, നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഇമേജ് അവിടെ ഫോം ചെയ്യും. പക്ഷെ ബുക്കിൽ ഒരിക്കലും ഇവിടെ എന്താ പറയുക? ബട്ട് സച്ച് ഒക്കേഷൻസ് വി കനോട്ട് സീ അവർ ഇമേജസ് ലൈക്ക് ദാറ്റ് ഫ്രം എ മിറർ. ഒരു ദർപ്പണത്തിൽ കാണുന്ന മാതിരി നമ്മുടെ ഇമേജ് ആ പേപ്പറിൽ ഒരിക്കലും കാണില്ല. എന്താണ് കാരണം? എന്നാണ് അവിടെ കാരണം. എന്താ? അവിടെ ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ സർഫസ് ഓഫ് ദ പേപ്പർ. റെഗുലർ റിഫ്ലക്ഷനിലാണ് കൃത്യമായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുക. ഇനി അല്ലെങ്കിൽ അത്രയും റെഗുലർ, അത്രയും പ്ലെയിൻ, അപ്പോഴേ നമ്മുടെ തന്നെ പ്രതിബിംബം അവിടെ കിട്ടുള്ളൂ. ഇനി ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ റിയൽ? അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷൻ ഒക്കേഴ്സ്, അതാണ് ഉത്തരം. ഇസ് ദ ഇമേജ് ഫോംഡ് ബൈ എ ക്രമരഹിത പ്രതിഫലനം. മലയാളം മീഡിയംകാരാകുമ്പോൾ ക്രമരഹിത പ്രതിഫലനം, അതാണ് ആലോചിച്ച് ഞാൻ. ഇസ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ റിയൽ ഓർ വിർച്വൽ? പ്ലെയിൻ മിറർ, സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബം റിയൽ ആണോ, യഥാർത്ഥമാണോ, മിഥ്യയാണോ? നമുക്കറിയാം മിഥ്യയാണ്. സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബം അല്ല. റൈറ്റ് ആൻ ഇൻസ്റ്റൻസ് വെൻ സച്ച് എ മിറർ ഗീവ്സ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സമതല ദർപ്പണത്തിൽ അതിന് മുമ്പിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇൻവേർട്ടഡ് ഇമേജ് കിട്ടില്ല. അപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്ന സിറ്റുവേഷൻ പറയാണ്. ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്ന സിറ്റുവേഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീനമായിട്ട് ദർപ്പണം വയ്ക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കയറി നിൽക്കുക, വസ്തു അതിന്റെ മുകളിലാവും. ഇത് മിറർ വെച്ചാൽ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടും. അപ്പോൾ മാത്രമേ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുള്ളൂ. അപ്പോൾ എന്താ? അറേഞ്ച് ദ മിറർ ഹൊറിസോണ്ടലി ആൻഡ് പ്ലേസ് ദ ഒബ്ജക്ട് ഓൺ ദ മിറർ. ദർപ്പണം തിരശ്ചീനമായി ക്രമീകരിച്ച് ദർപ്പണത്തിന് മുകളിൽ വസ്തു വയ്ക്കുക. അപ്പോൾ മാത്രമാണ് തല കീഴായതായ പ്രതിബിംബം നമുക്ക് ലഭിക്കുള്ളൂ. അതെല്ലാം നല്ല ചോദ്യങ്ങളാണ്, അത് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങും. നമുക്ക് പോർഷൻ വേഗം തീർക്കണം. ജനുവരിയിൽ തീർക്കണം. ജനുവരിയിൽ അവസാനമാകുമ്പോഴേക്ക് എന്തായാലും തീർക്കണം. അപ്പോൾ വീഡിയോന്റെ ലെങ്ത് ഇത്തിരി കൂടുന്നുണ്ടാവും ഇനിയുള്ള ക്ലാസ്സുകളിൽ. അത് ക്ഷമാപൂർവ്വം കാണുക, കാരണം വിക്ടേഴ്സിലെ പോർഷനും തീർന്ന് റിവിഷൻ ആണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഗൗരവമായിട്ട് പരീക്ഷ എന്തായാലും ഉണ്ടാകും സാധാരണ പോലെ തന്നെ. അപ്പോൾ വളരെ ഗൗരവമായ സാഹചര്യങ്ങളൊന്നും വേറെ നിവൃത്തിയില്ല. വളരെ ഗൗരവമായിട്ട് എല്ലാ ക്ലാസ്സും ക്ഷമിച്ച് കണ്ട് പഠിക്കുക. ഓക്കെ.